അങ്ങനെ പിണറായി വിജയൻ ഒടുവിൽ തൻ്റെ ഒക്കച്ചങ്ങായിയെ ഒക്കത്ത് നിർത്തി താഴെ വെച്ചു. സാക്ഷാൽ വെള്ളാപ്പള്ളി. സത്യമാണോ എന്ന് അറിഞ്ഞുകൂടാ, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്കങ്ങനെ തോന്നുന്നു. പക്ഷേ വെള്ളാപ്പള്ളി കഴിഞ്ഞ ദിവസവും തൻ്റെ ഒക്കച്ചങ്ങായിയെ വാനോളം പുകഴ്ത്തുകയായിരുന്നു. സത്യമാകാനൊരു സാധ്യതയുമില്ല. പിന്നെ അവരൊരു ടെസ്റ്റ് ഡോസ് നടത്തിയത് ചീറ്റിപ്പോയി. അതായത് ഷംസീറിനെതിരെ വർഗീയ പരാമർശവുമായിട്ട് വെള്ളാപ്പള്ളി രംഗത്ത് വന്നിരുന്നു. വെള്ളാപ്പള്ളിയെ കളത്തിലിറക്കി എന്ന് പറയുന്നത് നമുക്ക് കാള വാല് പൊക്കുമ്പോഴേ അറിയാം എന്തിനു വേണ്ടിയാണെന്നുള്ളത്. അത് നമുക്ക് മനസ്സിലായി. എന്തിനാണെന്ന് ചോദിച്ചാൽ മുഖ്യമന്ത്രിയുടെ പ്രിയപ്പെട്ട മരുമകൻ മുഹമ്മദ് റിയാസ് EDയുടെ കെണിയിൽ വീണ് ആകെ ആശങ്കാകുല ചിത്തനായി ഇങ്ങനെ ഉഴറി നടക്കുന്ന അവസരത്തിങ്കിൽ ആ വേളയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഒരു കീച്ചതാണെന്ന് ഇവിടുത്തെ അത്യാവശ്യം സാമാന്യ ബോധമുള്ള അന്തം കമ്മികളല്ലാത്ത, ഇനി ആ ചില അന്തം കമ്മിയൊക്കെ അറിയാമെങ്കിലും പറയാത്ത ഒരു കാര്യം തന്നെയാണ്. അതെ, കാരണം അതിനിടയ്ക്കാണ് ഇന്നിപ്പം വെള്ളാപ്പള്ളിയെ തള്ളി പറഞ്ഞിരിക്കുന്നത്. വെള്ളാപ്പള്ളിയെ പിണറായി വിജയൻ തള്ളി പറയുന്നതും പിണറായി വിജയനെ വെള്ളാപ്പള്ളി തള്ളി പറയുന്ന ഒന്നും നമ്മൾ മുഖവിലേക്ക് എടുക്കുകയേ ചെയ്യും. രാവിലെ വിളിച്ച് പറഞ്ഞ സംസാര ധാരണയായിട്ടായിരിക്കും പറയുന്നത്. ഞാൻ നിങ്ങളൊന്നും തള്ളി പറഞ്ഞു കേട്ടോ, അത് കാര്യമൊന്നുമില്ല. അല്ല, അത് അവർക്ക് അറിയാം. അവർ ഈ മുഖം മനസ്സിന്റെ കണ്ണാടി എന്ന് പറഞ്ഞ പോലെ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് അറിയാം രണ്ടുപേരും എന്തിനാണ് പറയുന്നത്. ഇത് ഇന്നലത്തെ ആ സംഭവം, ഷംസീറിനെതിരെ വെള്ളാപ്പള്ളി നടത്തിയ ഒരു പരാമർശം തീർച്ചയായും അനവസരത്തിലുള്ളതായിരുന്നു. അങ്ങനെ ഒരു ആവശ്യമുള്ള ഒരു കാര്യമേ ആയിരുന്നില്ല. അപ്പോൾ ഒരു ആവശ്യവുമില്ലാതെ, ഒരു സിറ്റുവേഷനും നിലവിലില്ലാതെ എന്തിന് വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെ അതൊരു മൾട്ടിപർപ്പസ് പരിപാടിയാണ്. ഒന്ന്, പിണറായി വിജയന് വേണ്ടി ചെയ്യുന്ന ഒരു എന്താണ് ഒരു ഹാസ്യവേല. രണ്ട്, SNDP തനിക്കെതിരെ വലിയ തോതിലുള്ള ഭൂകമ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് തല ഊരണം. ഞാനാണ് നിങ്ങളുടെ നേതാവ്, അതായത് നമുക്ക് മറ്റേ സമുദായത്തിൽ പറഞ്ഞാൽ നമുക്ക് ചീത്ത വിളിക്കാം, എന്നിട്ട് നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിൽ. അവിടെ രണ്ടും ഈ വെള്ളാപ്പള്ളി വളരെ തന്ത്രപൂർവ്വം ഒരു കെണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ, ആ കെണിയിലേക്ക് പക്ഷേ എനിക്ക് തോന്നുന്നു ഷംസീർ തല വെച്ച് കൊടുത്തില്ല. KK രാഗേഷ് മാത്രം തല വെച്ചു. അത് ഷംസീർ തല വെക്കാത്ത കൊണ്ടാണെന്ന് തോന്നുന്നു രാഗേഷ് കയറി തല വെച്ചു കൊടുത്തത്. തല വെച്ചു കൊടുത്തത് ഷംസീറിനെ സഹായിക്കാൻ വേണ്ടി ഒരിക്കലും അല്ല. കൊള്ളാം, പിണറായിയുടെ സ്വന്തം ഒക്കച്ചങ്ങായി അത് സഹായിയായിട്ട് നടക്കുന്ന ഒരാളാണ് ഈ KK രാഗേഷ്. അതാണ് അവിടെ ഇന്നിപ്പം പത്രസമ്മേളനത്തിലാണ് ഇന്നെന്തോ അദ്ദേഹം പറഞ്ഞത്, എന്തോ ഇന്ന് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ കൈകൾ ശുദ്ധമാണ്, എൻ്റെ മകളായതുകൊണ്ട് മാത്രമാണ് ഈ വീണയ്ക്കെതിരെ ഇവർ ഇത്തരത്തിലുള്ള ചില വിചിത്രമായ കാര്യങ്ങൾ നടത്തുന്നതാണ് അദ്ദേഹം പറഞ്ഞത്. ആ വിചിത്ര കാര്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. അല്ല, ഇതിനകത്ത് പറഞ്ഞത് പിന്നെ മറ്റേ ചോദ്യം ഷംസീറിനെതിരെ വെള്ളാപ്പള്ളി നടത്തിയ പരാമർശത്തെക്കുറിച്ച് അത് പറഞ്ഞാൽ അസംബന്ധമാണെന്ന് പറഞ്ഞു. അത് അസംബന്ധമാണ് എന്ന് മാത്രം പറഞ്ഞ അയാൾ തലയൂരി. കാരണം നമ്മൾ ഈ ചില ആൻറ്റിബയോട്ടിക്കും അതുപോലെ ചില അലർജിയുള്ള ഇഞ്ചക്ഷനും ഒക്കെ എടുക്കുന്നതിന് നമ്മുടെ തൊലിപ്പുറത്തൊരു ടെസ്റ്റ് ചെയ്തു. പെൻസിലൊക്കെ എടുക്കുമ്പോൾ കുത്തി വെക്കുമല്ലോ. അത് ഇങ്ങനെ ഒരു കുത്തി വെച്ച് ഇവിടെ ഒരു വട്ടം വരച്ചിട്ട് ഇത് നമ്മളിതിന് റിയാക്ഷൻ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ നമ്മൾ കാത്തിരിക്കും. അങ്ങനെ ഈ 10 മിനിറ്റിന് ശേഷം ഈ അലർജി ഇല്ലെങ്കിൽ നമുക്ക് ഈ ഇഞ്ചക്ഷൻ തരും എന്ന് പറഞ്ഞ പോലെയാണ് ഇന്നലെ ഒരു ചെറിയ ടെസ്റ്റ് ഡോസ് വെള്ളാപ്പള്ളിയെ ഉപയോഗിച്ചിട്ടതാണ്. ആരെങ്കിലും പിടിച്ചിത് വിവാദമായി മുന്നോട്ട് പോകുന്നെങ്കിൽ പോക്കോട്ടെ. അപ്പോൾ ഉടനെ പുള്ളി പതിവ് പോലെ നമ്മൾ രാവിലെ നടന്ന ചർച്ചയിൽ തന്നെ പറഞ്ഞതുപോലെ വെള്ളാപ്പള്ളി ഉടൻ ഈ തത്തമ്മയെ പൂച്ചയാണല്ലോ. അത്ര ഷംസീർ പഴയ മറ്റേ ഗണപതി കുറിച്ചുള്ള പരാമർശത്തിൻ്റെ ക്ഷീണം ഇന്നും മാറിയിട്ടില്ല. അതുകൊണ്ട് ഷംസീർ ഒരു കാരണത്തിൽ കയറി പിടിച്ചില്ല. ഇല്ല, ഷംസീർ പിടിക്കാൻ ഞാൻ മനഃപൂർവ്വമാണ്. ഷംസീർ പിടിച്ചു കഴിഞ്ഞാൽ അത് ഷംസീർ അവരെ ഉദ്ദേശിച്ചത് ഷംസീറിനെ കൊണ്ട് പിടിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. പിടിപ്പിച്ചിട്ട് CPM-നകത്ത് പ്രശ്നമുണ്ടെന്ന് വരുത്തുക. ആ വഴിക്ക് കൂടി നമ്മുടെ മരുമകനും മകളും നൈസായിട്ട് ഈ വാർത്തകളിൽ നിന്ന് രക്ഷപ്പെടുന്നു. ഇതായിരുന്നു അവരുടെ ലക്ഷ്യം. പക്ഷേ ആരും ഇതാ കയറി തൊട്ടില്ല. ഇന്നലെ ഈ പറഞ്ഞതൊക്കെ എല്ലാവരും എടുത്ത് കൊടുത്തു. വെള്ളാപ്പള്ളി പറയുന്നതിന് ഇപ്പോൾ ആരും പഴയതുപോലെ മുഖവില ആരും കൊടുക്കാറില്ല. ഇയാള് ഞാൻ പറയാം, ഒരു തവണ പറഞ്ഞു. ഇപ്പം നമ്മൾ ഒരിക്കലും പറയാത്ത ഒരാളുടെ വായിൽ നിന്നാണ് ഒരു സംഭവം വരുന്നത് എങ്കിൽ അതിന് ഒരു തവണ വാർത്താ പ്രാധാന്യം, 2 തവണ കാണും. ഇവൻ ഇത് പതിവാക്കി കഴിഞ്ഞാൽ ആരെങ്കിലും ഇത് മൈൻഡ് ചെയ്യും. ഇയാൾ എന്താണ് പറയുന്നത് എല്ലാവർക്കും അറിയാം. ഇയാൾ വാ തുറന്നാൽ ആദ്യമായിട്ട് പറയുന്നത് അദ്ദേഹത്തിനേക്കാൾ നല്ല ഒരു പുണ്യപുരുഷൻ, മഹാനുഭാവനായിട്ടുള്ള ഒരാൾ ഈ കേരള മഹാരാജ്യത്ത് ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. ഞാൻ ഗുരുദേവനേക്കാളും വലിയ ആളാണ്. ഞാനാണ് ഗുരുദേവൻ രണ്ടാമൻ. ഞാൻ പത്മഭൂഷനും പത്മശ്രീക്കും പത്മഭൂഷണും ഈ നാട്ടിൽ എന്തൊക്കെ ബഹുമതിയുണ്ടോ അതെല്ലാം ഏറ്റുവാങ്ങാൻ അർഹതപ്പെട്ട ആളാണ്. ഞാൻ തീരുമാനിക്കും ഇവിടെ എവിടൊക്കെ വർഗീയതയുണ്ട്, എവിടൊക്കെ വർഗീയതയില്ല. ഇതൊക്കെയാണ് ഇവരുടെ രീതി, അല്ലേ? ഇവിടെ ഇദ്ദേഹം ലക്ഷ്യമിട്ടത് വെള്ളാപ്പള്ളിയെ ഉപയോഗിച്ച് ഒരു വർഗീയ പരാമർശം നടത്തി, അത് വിവാദമാക്കി, അതിൻ്റെ വാലെ കെട്ടി റിയാസിനെ രക്ഷിക്കുക, ഒപ്പം ഷംസീറിനെ കൊടുക്കുക.
നമുക്ക് ഇതിൻ്റെ ഒരു പിന്നാക്കം ഒന്ന് പോയി നോക്കി. ഒരു കഴിഞ്ഞ 2 വർഷം മുമ്പ് പുറകിലേക്ക് പോവുക. 2 വർഷം പുറകിലേക്ക് പോകുമ്പോൾ നമുക്കറിയാം ഇതേപോലെ എത്രയെത്ര പ്രസ്താവനകൾ ചില അവസരങ്ങൾ നോക്കി ഈ വെള്ളാപ്പള്ളി തട്ടിവിട്ടിട്ടുണ്ട്. അത് അവസരം നോക്കി അദ്ദേഹം ചെയ്യാറുള്ളൂ. അതിന് ഓരോ സന്ദർഭങ്ങൾ വരും. അതിന് എപ്പോഴെങ്കിലും അത് പിണറായി വിജയനോ അവരുടെ ഉന്നത നേതാക്കളോ എതിർത്തിട്ടുണ്ടോ? ഇതുപോലെ ആദ്യമായിട്ടാണ് ഇല്ല എന്ന് മാത്രമല്ല, ഇവർ പലപ്പോഴും പ്രതിസന്ധി ഘട്ടത്തിലാവുന്ന സന്ദർഭങ്ങളിലാണ് ഇയാൾ പറയാറുള്ളത്. അതെ. ഇന്ന് എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഈ പ്രസ്താവനയെ തള്ളിപ്പറയാൻ തയ്യാറായത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് മനസ്സിലായി ഏറ്റില്ല. എൻ്റെ മുകേഷിൻ്റെ ഒരു ഒത്തില്ല എന്ന് പറയുന്ന മീം പോലെ അത് ഏറ്റില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് അദ്ദേഹം അപ്പോൾ എന്ത് ചെയ്തു? പോട്ടെ, പുകഞ്ഞ ഉള്ളി പുറത്ത് അദ്ദേഹത്തെ എടുത്ത് കളഞ്ഞു. നമ്മുടെ നാഗസൈരന്ത്രി പറയുന്ന പോലെ നിന്നെ എടുത്ത് കളഞ്ഞു എന്ന് പറഞ്ഞ പോലെ എടുത്ത് കളഞ്ഞു. അവിടെ തീർന്നു. ഞാൻ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയും. വെള്ളാപ്പള്ളിയെ എന്നാൽ പൂർണ്ണമായി പറഞ്ഞിട്ടില്ല. വെള്ളാപ്പള്ളി നേരത്തെ പറഞ്ഞതിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. മലപ്പുറത്തെ വർഗീയ പരാമർശത്തെക്കുറിച്ച് പിണറായി വിജയൻ ഒഴികെ ബാക്കിയുള്ള നേതാക്കളെല്ലാം വെള്ളാപ്പള്ളി സമുന്നതനായ നേതാവാണ്. അദ്ദേഹം ഒരു സമുദായത്തിൻ്റെ വലിയ സമുന്നതനായ ആളാണ്. അദ്ദേഹം പറഞ്ഞതിൽ എന്താണ് തെറ്റെന്ന് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അല്ല, മാത്രമല്ല ഒരു അവിടെ ഉണ്ടാകുന്ന മാധ്യമപ്രവർത്തകരുടെ ഒരു ചോദ്യമാണ്, നിങ്ങളെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി വെള്ളാപ്പള്ളിയെക്കുറിച്ച് നടത്തിയ പരാമർശങ്ങളോട് താങ്കൾ യോജിക്കുന്നുണ്ടോ എന്ന് ചോദിക്കാനുള്ളതായിരുന്നു. അതാണ് നമ്മൾ ഈ പലപ്പോഴും പറയലും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. മുട്ട് പറയുന്നവരാണല്ലോ ഒരുപാട്. പിണറായിയെ കാണുമ്പോൾ ആൾക്കാർക്ക് പക്ഷേ ഇന്ന് പിണറായി ഭയങ്കര ജോളി മോഡിലായിരുന്നു. ഒന്നുകിൽ ഒരു പക്ക അഭിനേതാവാണ് ഇയാൾക്ക് എനിക്ക് എൻ്റെ കുടുംബത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ വളരെ നോർമലാണ്, ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന വിഷയമല്ല എന്ന് നമ്മളെ വരുത്തി തീർക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു ലക്ഷ്യം. അല്ലെങ്കിൽ അത് തന്നെയാണ് ലക്ഷ്യം. അത് ഞങ്ങളെ ഇതൊന്നും ബാധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നത് തൃശ്ശൂർ നടക്കുന്ന DYFIയുടെ സംസ്ഥാന സമ്മേളനത്തിന് സമാപന സമ്മേളനത്തിൽ ഒരുപക്ഷെ അദ്ദേഹം പ്രസംഗിച്ചുകൊണ്ട് ഇതിന് അദ്ദേഹത്തിൻ്റെ നിലപാട് വ്യക്തമാക്കാനുള്ള സാധ്യതയുണ്ട്. വീണ്ടും ഒന്നുകൂടെ ന്യായീകരിക്കാൻ. കാരണം DYFI ഒന്നും ആരും ന്യായീകരിച്ച് രംഗത്തെത്തിയിട്ടില്ല. ഇല്ല. പാർട്ടി നേതൃത്വത്തിൽ ഈ ഗോതമാഷം എന്ന് പറയുന്നതല്ലാതെ വേറെ പ്രധാനപ്പെട്ട ആരും തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുമില്ല. തനിച്ച് നേടേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ ഇന്ന് ഒരുപക്ഷെ അദ്ദേഹം അവിടെ ഇത് തന്നെ വിഷയം തന്നെ പ്രസംഗിക്കാൻ സാധ്യതയുണ്ട് പിണറായി. അല്ല, പിണറായി വിജയന് പിന്നീട് ഒരു ഭീതിയുള്ളത് ഈ പ്രതിഷേധങ്ങളുടെ എണ്ണം കുറയുന്നു. പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം കുത്തനെ ഇടിയുന്നു. കോഴിക്കോട് നമ്മൾ കണ്ടതല്ലേ കഴിഞ്ഞു. അതെ, ആരെയും കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കാൻ ആളെ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക്. ഇനി എൻ്റെ തിരുട്ടു ഫാമിലിയെയും ആര് രക്ഷിക്കും എന്നുള്ളൊരു നിലവിളി ശബ്ദമാണ് അദ്ദേഹത്തിൻ്റെ തൊണ്ടയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം വളരെ എന്താ പറയുന്നത്, വളരെ ലൈവായിട്ടാണ് ഈ പത്രസമ്മേളനം. ഇവരുടെ എന്താണ് ചങ്കല ചൈന അല്ലെങ്കിൽ നമ്മുടെ അവർ കൺട്രി എന്നൊക്കെ പറഞ്ഞ ചൈനയിൽ ഇതുപോലെ അഴിമതി കാണിച്ചവനെയൊക്കെ വധശിക്ഷയ്ക്ക് വരെ വെച്ചിട്ടുണ്ടോ അവിടെ ഈയിടയിൽ? അതെ, ചൈനയിൽ വ്യാപകമായി ഈ അഴിമതി നടത്തി കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയും വലിയ പദവി ഇരുന്നവന്മാരൊക്കെ ജയിലിൽ പിടിച്ചിട്ടുണ്ട് അവരെയൊക്കെ. പക്ഷേ ഇവിടെ അതില്ലല്ലോ. എന്താണെങ്കിലും തൈക്കണ്ടിയെയും മരുമകനെയും, അതായത് മകളെയും മരുമകനെയും സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയോ അദ്ദേഹം പോകും. അദ്ദേഹം ഒരു ജോർജ് കുട്ടിയാണ്. അതെ 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 ജോർജ് കുട്ടിക്ക് സ്വന്തം കുടുംബത്തെ തൊടാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഞങ്ങൾ മോഷ്ടിക്കും, ഞങ്ങൾ കൊല്ലും, ഞങ്ങൾ പിന്നെന്താ പറയുന്നത്, തട്ടിപ്പറിക്കും, എല്ലാം ചെയ്യും. നിങ്ങൾ കൂടെ ഇറങ്ങി തല്ലുകൊണ്ടു. പക്ഷേ ഇതിനൊന്നും ഞങ്ങൾ ഉത്തരവാദിയായിരിക്കില്ല. ഞങ്ങളെ രക്ഷിക്കേണ്ടത് നിങ്ങളുടെ ജോലിയാണ്. മണ്ഡലം പ്രസിഡന്റിന് ഒന്നും പറ്റാതെ നോക്കേണ്ടത് KP പൊതുവാളിന് ചുറ്റും നിൽക്കൂ. നിങ്ങൾ ജീവൻ കളഞ്ഞു എന്നെ രക്ഷിക്കുമെന്ന് പറയില്ലേ പൊതുവാൾ? അത് തന്നെ, പൊതുവാൾ തന്നെയാണ് ഇത്. ആ പൊതുവാളാണ് ഇത്. അവിടെ ആ സന്ദേശ സിനിമയിൽ അത് പൊതുവാളായി പോയി, ഇവിടെ അത് പിണറായി വിജയനായി പോയി എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിങ്ങൾ അണികൾ എന്നെ എങ്ങനെയും രക്ഷിക്കണം, എനിക്ക് നേരെ ആക്രമണം ഉണ്ടാകും, നിങ്ങൾ മരിച്ചു വീണാലും ശരി എന്നെ കൊല്ലാൻ അനുവദിക്കരുത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ. അതുകൊണ്ട് ഏതായാലും സ്വന്തം അംഗരക്ഷകനെ തന്നെ രംഗത്തിറക്കി വെള്ളാപ്പള്ളി ആ കളി നടത്തി. ഇന്ന് 2 തരത്തിൽ വ്യാഖ്യാനിക്കാം. ഒന്ന്, ഇന്ന് എന്തോ ഒരു അദ്ദേഹത്തിനൊരു എവിടുന്നോ ഒരു ആത്മധൈര്യം കിട്ടിയിട്ടുണ്ട് എന്ന് കരുതുന്നു. വലിയ വലിയ വക്കീലന്മാർ എവിടെങ്കിലും വല്ല കുടുക്കും ഇട്ടിട്ടുണ്ടോ എന്നറിയില്ല. നമുക്കറിയാം, ആദ്യ പിണറായി സർക്കാരിൻ്റെ കാലത്ത് പിണറായി അകത്ത് പോയിരിക്കാൻ പ്രധാന കാരണമായത് കുഴൽപ്പണക്കേസ്. പിന്നെ ഇഡിക്കാരുടെ കച്ചവടം. ഇഡിയുടെ കച്ചവടം വളരെ ഇന്ത്യ ഫേമസ് ആണ്. ഇഡി എന്ന് പറഞ്ഞാൽ കച്ചവടം മാത്രം തൊഴിലാക്കിയിരിക്കുന്ന കുറേ ഉദ്യോഗസ്ഥരിൽ ഉണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ഇവിടുന്ന് തന്നെ സസ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും. അതെ. അപ്പോൾ ഇഡിയുടെ കച്ചവടം, ഇഡിയുടെ കച്ചവടക്കാരെക്കെതിരെ വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുമെന്ന് ഭയപ്പെടുത്തിയാണ് സ്വർണ്ണക്കൊള്ളയും ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തെ കുഴൽപ്പണ കേസും എല്ലാം കൂടെ പിടിച്ചിട്ടാണ് അത് കോംപ്രമൈസ് ചെയ്തത്. പരസ്പരം ധാരണ പ്രകാരം അത് കുഴൽപ്പണം ഇതും കൂടെ
അഡ്ജസ്റ്റ് ചെയ്ത് പോയി. ഇപ്പം ഇനി അത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് BJPക്ക് ഇവരെ പിന്നെ തൊട്ട് തലോട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എന്തായാലും അവരപ്പനും മകളും സംശുദ്ധരാണെങ്കിൽ അങ്ങനെ ആട്ടെ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ മാപ്പ് പറയും. കാരണം പിണറായി വിജയനും മകളും ഞങ്ങൾ തെറ്റിദ്ധരിച്ചു, ഇത് മൊത്തം EDയുടെ കളിയായിരുന്നു, ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചു, ഞങ്ങൾ ഇനി മുതൽ അങ്ങയുടെ അടിമകളായിരിക്കും എന്ന് നമ്മൾ പറയുന്ന കാലം വിദൂരമല്ല.